Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. വെജിറ്റേറിയൻ ഡിഷുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി പൊട്ടറ്റോ റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു റെസിപ്പി വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫീസിൽ പോകുന്നവർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ടിഫിൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ് തന്നെയാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. ആദ്യമായി തന്നെ സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കഴുകിയെടുത്ത 1 കിലോ പൊട്ടറ്റോ കുക്ക് ചെയ്യാൻ ആവശ്യമായുള്ള വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊട്ടറ്റോ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായി വെന്തെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇതിലുള്ള വെള്ളം നമുക്കൊന്ന് ഊറ്റി കളഞ്ഞിട്ട് വരാം. വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഹാൻഡ് ബ്ലെൻഡർ ജാറോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറോ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് റഫായി കട്ട് ചെയ്തെടുത്ത 1.5 സവോള, റഫായി കട്ട് ചെയ്തെടുത്ത 2 തക്കാളി. തക്കാളി സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഗൈസ്, നമ്മുടെ മസാല നന്നായിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി സ്റ്റൗവിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 തള കറിവേപ്പില ഇടാം. അടുത്തതായി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നമുക്കൊരു സിമ്മറിലേക്ക് ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിന്ന് കുക്ക് ചെയ്തെടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിം നമ്മൾ സിമ്മറിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. നമ്മുടെ മസാല നന്നായിട്ട് റോസ്റ്റായിട്ട് ആ ഫ്ലേവർ പുറത്ത് വരുമ്പോഴേക്കും അടുത്തായി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത മസാല ഇടാം. മസാല ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നന്നായിട്ട് കുക്കായി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊട്ടറ്റോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മസാല നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് പാത്രത്തിൻ്റെ ലിഡ് മാറ്റി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കേസ് നമ്മുടെ മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അടുത്ത ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് യോഗട്ടും 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ യോഗട്ട് അല്ലാന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കുമ്പോൾ പുളി വളരെ കുറവുള്ളത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തായി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചോപ്പ് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഇത് വളരെ ഈസിയായുള്ള റെസിപ്പിയാണ്. നമ്മുടെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മസാലയുടെ ടേസ്റ്റ് ഉണ്ട്. അതുമാതിരി നമ്മുടെ പൊട്ടറ്റോ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവി ഇല്ലാണ്ട് നല്ല മസാലയൊക്കെ നമ്മുടെ പൊട്ടറ്റോയിൽ പിടിച്ചിരുന്ന് എല്ലാം കൊണ്ടും നല്ലൊരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ കണ്ട മാതിരി വളരെ ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലൈസി വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.